1497 ജൂലൈ 8 ഞാനിപ്പോൾ നിൽക്കുന്ന പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നും വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള 4 കപ്പലുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അതിവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു മോണുമെൻ്റാണ് എനിക്കിവിടെ പുറകിൽ കാണാൻ സാധിക്കുന്നത്. അതായത് പായ്ക്കപ്പൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം നാവികരിങ്ങനെ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു മോണുമെൻറ്റ്. ആ ഒരു യാത്ര അതൊരു വല്ലാത്ത യാത്രയായിരുന്നു. ആ യാത്രയിലാണ് ആദ്യമായിട്ട് കുറച്ച് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് ഇന്ത്യയിലേക്ക് കാലുകുത്തുന്ന ആദ്യത്തെ യൂറോപ്യൻസ് ആയിരുന്നു പോർച്ചുഗീസുകാർ. അതായത് അന്നത്തെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ. അവർ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ പിന്നീട് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാസ്കോഡ ഗാമയും ഞാനുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ ബന്ധം പറഞ്ഞുകൊണ്ടാണ് ഞാൻ KL2UK യാത്രയുടെ പുതിയൊരു വീഡിയോ ആരംഭിക്കുന്നത്. ഈ വാസ്കോഡ ഗാമയും പോർച്ചുഗീസുകാരും ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടിയ കുറേ പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ പോകൃതരായിട്ട് ഞാൻ ഇവിടെ നിന്നത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അന്ന് മുതൽ അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് തുടങ്ങിയ കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. എന്തായാലും അവിടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാസ്കോഡ ഗാമയും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500 കാലഘട്ടങ്ങളിൽ ഇവർ വാസ്കോഡ ഗാമയും കൂട്ടരും ആദ്യമായിട്ട് നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ഇവരുടെ കപ്പൽ വന്ന് അടുക്കുകയാണ്. അടുത്തതിന് ശേഷം നമ്മുടെ സാമൂതിരിയുമായിട്ട് ഇവർ പോയി മീറ്റ് ചെയ്യുന്നു. സാമൂതിരിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്ത പുള്ളിയെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പുള്ളി അതിലൊന്നും വീഴുന്നില്ല. അപ്പോൾ ഈ സ്പൈസസ് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഡീലൊക്കെ ഉറപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ കാര്യമായിട്ടൊന്നും ലൈക്ക് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരോട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളവരെ ഗ്രാൻഡായിട്ട് നമ്മളവർക്ക് കൊടുക്കേണ്ട എല്ലാ ആതിഥ്യ മര്യാദകളോടും കൂടി നമ്മളവരെ സ്വീകരിച്ചു. ആ അതിഥികൾ പിന്നീട് തിരിച്ചു പോയിട്ട് പിന്നെ ഒരു കൂട്ടം ആളുകളുമായിട്ട് വന്ന് നമ്മുടെ നാടിനെ കൈയടക്കി ഭരിച്ച, അല്ലെങ്കിൽ കൈയടക്കി നമ്മുടെ നാട്ടിൽ ചെയ്ത ക്രൂരതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ട് പോർച്ചുഗീസുകാർ മാത്രമല്ല, അതിനുശേഷം ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. അങ്ങനെ പല ആളുകൾ വന്ന് നമ്മുടെ നാട്ടിൽ ചെയ്ത ക്രൂരതകളെല്ലാം, അല്ലെങ്കിൽ ചെയ്ത നല്ല കാര്യങ്ങളുമുണ്ട്, മോശം കാര്യങ്ങളുമുണ്ട്, അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ആദ്യം വന്ന് തിരിച്ചു വന്നത്, അതായത് ഇവിടെ നിന്ന് മാസങ്ങളോളം കടലിൽ സെയിൽ ചെയ്തിട്ടാണ് ഇവർ ആഫ്രിക്ക വഴി അങ്ങ് നാട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ മാപ്പൊക്കെ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം പിന്നീട് രണ്ടാമത് വന്ന സമയത്ത് ഇവർ നമ്മുടെ ഗോവയിലെത്തുന്നു. ഗോവയിലെത്തിയിട്ട് നമ്മുടെ ഗോവയിൽ നേരത്തേക്കിനും അവിടെ ഇവർ പറഞ്ഞ പോലെ അവർ ഏകദേശം അക്വയർ ചെയ്ത് അവരുടെ കൈപ്പടിയിലാക്കി തുടങ്ങിയിരിക്കുന്നു. അവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഇവർ നിർബന്ധിതമായിട്ട് അവിടെയുള്ള പല ആളുകളെയും കല്യാണം കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച ആളുകളെ ഇവർ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കി ഇവരുടെ രീതിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നു. അതാണ് ഞാൻ എൻ്റെ റിലേഷൻ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ പൂർവികർ എന്ന് പറയുന്നത് ഗോവൻ ബേസ്ഡ് ആണ്. അതായത് ഈ 1500 കാലഘട്ടങ്ങളിലത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ഈ പോർച്ചുഗീസുകാർ ഈ ഗോവയിൽ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിർബന്ധിതമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്യാനായിട്ട് ഇവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്നും, അതായത് സ്വന്തം മൂല്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മതപരിവർത്തനത്തെ തടഞ്ഞ്, ഞാൻ മറ്റൊരു മതത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഞാൻ ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളുണ്ട്, ഞാൻ ആരാധിച്ചു വരുന്ന ദൈവങ്ങളുണ്ട്, ഞാൻ ആരാധിച്ചു വരുന്ന എൻ്റെ മൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള പറഞ്ഞ ആ ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെയൊക്കെ പൂർവികർ അവിടെ നിന്നും അവർ ദേശത്തിൻ്റെ പല ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോവുകയാണ് ഉണ്ടായത്. അതിൽ കേരളത്തിലേക്ക് വന്നവരുണ്ട്, കർണാടകത്തിലേക്ക് പോയവരുണ്ട്, തമിഴ്നാട്ടിലേക്ക് പോയവരുണ്ട്, മഹാരാഷ്ട്രയിലേക്ക് പോയവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയവരുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് മഹാരാഷ്ട്ര, കർണാടക, കേരളം സ്ഥലങ്ങളിലാണ്. ഈ കേരളത്തിലേക്ക് വന്ന എൻ്റെ പൂർവികരായിട്ടുള്ള അന്നത്തെ ആളുകൾക്ക് ഈ കോഴിക്കോട്, അതേപോലെ തന്നെ എറണാകുളം, ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രധാന മാർക്കറ്റിനോട് ചേർന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ TD ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ധാരാളം കൊങ്ങിണി സമുദായത്തിൽപ്പെട്ട ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പോൾ എറണാകുളത്ത് MG റോഡിന് സമീപമായിട്ട് TD റോഡുണ്ട്, TD അമ്പലമുണ്ട്. കൊച്ചിയിൽ, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ക്ഷേത്രമുണ്ട്.
നമ്മുടെ കായംകുളത്ത്, ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലൊരു അമ്പലമുണ്ട്. പിന്നെ ആ ഒരു മെയിൻ ഏരിയയിലൊരു അമ്പലങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി അന്നത്തെ ട്രേഡേഴ്സായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള ആ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ അന്നത്തെ രാജാക്കന്മാർ ഇവരെ സ്വാഗതം ചെയ്ത് അവർക്ക് വേണ്ട സ്ഥലങ്ങൾ കൊടുത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു ആളാണ് ഞാനും, എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകളും. അപ്പോൾ അതൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്. അപ്പോൾ അതാണ് ഞാനും നമ്മുടെ വാസ്കോ ഡ ഗാമയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഇതേപോലെ ഏതൊക്കെ രീതിയിൽ കഥകൾ പറയാൻ പറ്റുന്ന എങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും, നല്ലതും മോശവുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവർ ട്രേഡിങ്ങിനായിട്ട് വന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ഇവർ മറ്റ് പല സംഭവങ്ങളുമാണ് നമ്മുടെ അവിടെ കാണിച്ചു കൂട്ടിയതും ചെയ്തു കൂട്ടിയതും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അമർഷം ഇവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനിപ്പോൾ പറയുകയാണ്. അല്ലാണ്ട് ഇപ്പം എനിക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ആ ഒരു വോയേജ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന സ്ഥലവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു സ്തൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനടുത്തായിട്ട് നമുക്കിവിടെ ഒരു മറീന ഏരിയ കാണാം. അവിടെ ധാരാളം യോട്ടുകളും കുഞ്ഞു ബോട്ടുകളും ഒക്കെ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ മുമ്പിൽ നമുക്കൊരു മൊണാസ്ട്രി ഉണ്ട്. ആ ഒരു മൊണാസ്ട്രിക്കുള്ളിലാണ് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു മെമ്മോറിയലിൻ്റെ മുമ്പിലായിട്ട് നമുക്കിവിടെ ചേട്ടൻ കൂടെ വന്നോ, നമ്മുടെ ചേട്ടനുണ്ട്. വിജയ് ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. സുനീർ ഭായ് അവിടെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കതിന് മുമ്പിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാസ്കോ ഡ ഗാമ ഇവിടെ നിന്നും ലോകം കൈയടക്കാനായിട്ട് പോയ ആ ഒരു റൂട്ട് മാപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ പോർച്ചുഗലിലെ ലിസ്ബൺ. അവിടെ നിന്നാണ് ഇവരുടെ ആ ഒരു വോയേജ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ മെഡിറ്ററേനിയൻ സീയിലൂടെ നമുക്ക് സുയസ് കനാൽ വഴി ഇപ്പം ഷിപ്പുകൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് ഇവർ വോയേജ് സ്റ്റാർട്ട് ചെയ്തത് ആഫ്രിക്കയുടെ താഴെ കൂടിയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ആഫ്രിക്കയുടെ താഴെ കൂടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവരന്ന് ഈ ഭാഗത്ത് പല സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്നു. മൊംബാസ് അങ്ങനെ പല സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലൊക്കെ വന്നിരുന്നു. അവിടെ നിന്നും ഈ മഡഗാസ്കറിൻ്റെയൊക്കെ ഇടത്തുകൂടെ ചുറ്റിക്കറങ്ങി നമ്മുടെ കൊച്ചിയിലടുത്ത് കാലിക്കട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ കാലിക്കട്ടിൽ അവരെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമുക്ക് കാലിക്കട്ട് കാണാം. കാലിക്കട്ട് 1498 അവർ കാലിക്കട്ടിലെത്തുന്നത്. അതായത് ഏകദേശം ഒരു 6-7 മാസത്തെ സെയിലിങ്ങിന് ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കാലിക്കട്ട് എത്തുന്നത് 1998. പിന്നീട് ഗോവ, പിന്നെ ഓർമോസ്, അങ്ങനെ പല സ്ഥലങ്ങൾ അവർ ഏതൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ ആ നാടിൻ്റെയൊക്കെ എത്തിയ വർഷമാണ് സത്യം പറഞ്ഞാൽ അവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 1498 ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് എത്തിയ സ്ഥലങ്ങളാണ് ഈ കാണുന്ന 1497, 98 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കാലിക്കട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ അഭിമാനമൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവർ വെറുതെ കാലിക്കട്ടിനെ ഇവിടെ ഗോവയിൽ നിന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇവർ ശരിക്കും നമ്മുടെ നാട് ഇവർ കോൺകർ ചെയ്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവരെത്തിപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ സത്യം പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇവർ പോയ സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ? നമുക്ക് അവിടെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കാലിക്കട്ടുകാരനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വലിയ അഭിമാനമൊക്കെ വേണമെങ്കിൽ നമ്മുടെ കാലിക്കറ്റിൻ്റെ പേര് ഇവിടെ ലിസ്ബണിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാപ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അഭിമാനമൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഭിമാനമൊന്നും ഇവിടെ വരുമ്പോൾ തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഇവർ വന്നത് കൊണ്ടാണല്ലോ അവിടെ അങ്ങനെ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതാണ് എനിക്കിവിടെ വന്നപ്പം കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവർ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ മക്കാവ്, മലാക്ക, തിമോർ, പിന്നെ ഇങ്ങ് പലാവു, അങ്ങനെ അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ ന്യൂസിലൻഡിൻ്റെ അടുത്ത് വരെ ഇവരിവിടെ വന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രയധികം സെയിൽ ചെയ്ത് പോയ ഒരു വലിയൊരു നാവിക ടീമായിരുന്നു വാസ്കോ ഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരും അവരുടെ സംഭവങ്ങളുമെല്ലാം. ഇതിന് മുമ്പിൽ കൂടെ ട്രെയിൻ പോകുന്നു. നമ്മൾ പോർച്ചുഗലിലെ ട്രെയിനിൽ നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ പോർച്ചുഗലിലെ ട്രെയിനിൽ നമ്മൾ സുനീർ ഭായിയുടെ കൂടെ വന്നുകൊണ്ട് നമ്മൾ പോർച്ചുഗലിലെ ട്രെയിനിൽ നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനിയിപ്പം നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ ആ ഒരു ടോംബിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അതിനകത്ത് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഭയങ്കര ക്യൂ ആണ്. ഇവിടെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഇരുന്ന് കുറേ സംഭവങ്ങൾ ഇവിടെ വരച്ച് വയ്ക്കുന്നത് കാണാം. ഉണ്ടോ? അവരുടെ വരയാണ് ഇവിടെ കാണുന്നത്. ഗുഡ്
ഗുഡ് ജോബ്. അപ്പോൾ ഇവരിവിടെ വരച്ച് വെച്ച സംഭവങ്ങളാണ്. സോ താങ്ക് യു സോ മച്ച്. സോ യു ഡിഡ് ഓൾ ദീസ് തിങ്സ്? ദാറ്റ്സ് നൈസ്. യു ആർ എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ലൈക്ക് ദ വർക്ക്. ബൈ ബൈ ബൈ. അപ്പോൾ ലോക്കൽ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സൂനിയർ വാങ്ങിക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന സൂനിയറുകളെല്ലാം ചൈനീസ് സൂനിയറുകളാണ് എല്ലായിടത്തുനിന്നും. ഈ ലോക്കലി മെയ്ഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കിനും അത് നമ്മൾ ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന ഒരു സഹായം കൂടിയാണ്. ഇവിടെ നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ധാരാളം സുവനീർ ഷോപ്പുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ കാണാം. ധാരാളം സുവനീർ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്ക്വയറിൽ തന്നെ മുമ്പിലായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കും. ജെറോനിമസ് മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പഴയ ഒരു മൊണാസ്ട്രി ബിൽഡിംഗാണ്. ഈ ഒരു മൊണാസ്ട്രിയിലാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമയുടെ ആ ഒരു മൃതദേഹം അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ശരിക്കും ഈ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിട്ട് ഗോവയൊക്കെ അക്വയർ ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെയൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അങ്ങേർക്ക് മലേറിയ പിടിച്ചു. ഈ മലേറിയ പിടിച്ചിട്ട് ഇദ്ദേഹം ഡിസംബർ 24 നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. എന്നിട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ, ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ഇദ്ദേഹത്തെ അവിടെ അടക്കുകയുണ്ടായി, സംസ്കാരം നടത്തി. അതിനുശേഷം അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ബോഡി അവിടെ നിർത്തി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് വലിയ ഒരു തിര തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തുട്ടി ക്ലോസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് തീർന്നോ? ടിക്കറ്റ് അല്ല, ചർച്ചിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ ഇത് എവിടെ കയറാൻ നിൽക്കുന്ന ആൾക്കാരെ ഇതിൽ കയറാൻ. അപ്പോൾ നമുക്ക് ടോമ്പുള്ള സ്ഥലം കാണാൻ പറ്റില്ല, അടച്ചു കാണാൻ പറ്റില്ല. അതായത് ഇവിടെ ഈ കാണുന്നതാണ് മൊണാസ്ട്രിക്കുള്ളിൽ കയറാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അതൊരു വലിയൊരു മ്യൂസിയം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ കാണുന്ന ചർച്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തോ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം, മെയിൻ്റനൻസ് ഒന്നും നടക്കുന്ന കാരണം അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇവിടെ കാണാൻ പറ്റില്ല. വിജേഷയുടെ പ്രശ്നമില്ല, ഞാനെന്തായാലും ഇനിയും വരുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, നമ്മൾ പണ്ട് അല്ല ഞാനിപ്പോൾ വന്നെന്താണെന്നറിയോ, പണ്ട് വാസ്കോഡ ഗാമ നമ്മുടെ നാട്ടിൽ ആദ്യം വന്നില്ലേ, ആദ്യം വന്ന പോലെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം വന്ന് അവിടുത്തെ നാട്ടുരാജാക്കന്മാരെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകും. എന്നിട്ട് രണ്ടാമത് ഞാനൊരു വരവുണ്ട്. ആ വരവിലായിരിക്കും ഞാൻ 1.5 വരവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ യൂറോപ്പ് മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പോർച്ചുഗീസ് പള്ളി. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ആർക്കിടെക്ചറിലുള്ളൊരു കെട്ടിടമാണ്. നമ്മളെ അപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ പള്ളിക്കകത്ത് കയറാനൊരു ക്യൂ ഉണ്ട്. ഇതിലൂടെ ഒരു വഴിയുണ്ട്, ഫ്രണ്ടിൽ കൂടെ ബാക്കിൽ കൂടെ എന്തോ കയറാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നു. പള്ളിക്കകത്ത് കയറാനായിട്ട് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി കാണാനുള്ള ആ ഒരു അവസരം ലഭിച്ചില്ല. കാരണം ഇത് ചർച്ച് സ്പെഷ്യൽ എന്താ പറയുക, പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മുടെ ടോംബ് ഇരിക്കുന്ന ഭാഗത്താണ് വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് നമുക്കത് മിസ് ചെയ്തു. വേറെ 1-2 കാര്യങ്ങളും കൂടെ പറയട്ടെ. നമ്മുടെ ഗോവയിൽ വാസ്കോഡ ഗാമ എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളതായിരുന്നു, നിങ്ങൾക്കറിയാമോ? ശരിക്കും ഈ പോർച്ചുഗീസുകാർ പണ്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് അവരുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും ഗോവ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും വാസ്കോഡ ഗാമ അല്ല അവിടെ ആക്ച്വലി ഈ ഒരു മതപരിവർത്തനം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം വന്ന ആളുകളാണ്, ഭരിച്ചു തുടങ്ങിയ സമയത്ത് അതിന് ശേഷം വന്ന ആളുകളാണ് ഇവർ ബേസിക്കലി ഇങ്ങനെയുള്ള കൺവേർട്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കാലത്ത് ഇവരുടെ മതത്തിലേക്ക് കൺവേർട്ടഡ് ആകുന്ന ആളുകൾക്ക് പോർച്ചുഗീസ് പൗരത്വം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവിടെ ധാരാളം പഴയ ഗോവൻസ് ഉണ്ടാവണമല്ലോ, അങ്ങനെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവണമല്ലോ, ഇല്ലേ? ഗോവൻ കമ്മ്യൂണിറ്റി ഇല്ല ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടാവും. ഇപ്പോഴും നിങ്ങൾ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് പോർച്ചുഗീസ് പൗരത്വം കിട്ടും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പലതും നടന്നിരുന്നു. എന്തായാലും ഓരോ കാലത്ത് ഓരോരോ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ യൂട്യൂബ്. ഹായ്. Mario, Portugal. You're from Portugal? Okay, nice to meet you. Yeah. Cristiano Ronaldo is the best player. Can I see him? Okay? I want to see him. O que ele está dizendo? Tá nas Arábias, ele está cá. Yeah. Arábia. That's why. പറഞ്ഞിട്ട് കാര്യം ഉണ്ടോടെ, പോയില്ലേ അവൻ സൗദിയിലേക്ക്, ഇല്ലേ?
ഇതിലേ കാശ് കിട്ടിയ എല്ലാവരും എങ്ങോട്ട് പോകില്ലേ. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ കാണാം. ഇവിടെയൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള പോർച്ചുഗീസ് ഫുഡും പിന്നെ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫുഡും കിട്ടും. മിക്കതും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളും മറ്റുമൊക്കെയാണ്. അതിനിടയ്ക്ക് സ്റ്റാർബക്സ് കോഫിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടത്തേക്ക് ഒരു പോർച്ചുഗീസ് ആർക്കിടെക്ചറിലുള്ള പഴയ കാലത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ജാക്കറ്റ് ഇടാതെയാണ് നടക്കുന്നത്. തണുപ്പില്ല എന്നുള്ളതാണ്. തണുപ്പ് വളരെ കുറവാണ്. 17-18ഒക്കെയാണ്. ജാക്കറ്റ് പോലും ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണ്. നല്ല വെതറാണ്. ശരിക്കും വലിയ എക്സ്ട്രീം വിൻ്ററൊന്നും വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഗുണമുള്ളൊരു സംഭവമാണ്. ഇതിവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്. 1837 മുതലുള്ള ഇവിടുത്തെ ഒരു പേസ്ട്രി ഷോപ്പാണ് ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മുടെ വെജി ഷൈഡൻ നമുക്കിവിടെ പോകാം, ഇവിടെ പോകണം, ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. ഭയങ്കര തിരക്കല്ലേ, എത്ര ആൾക്കാരെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് നോക്കി ക്യൂ നിൽക്കുന്നത്. ഈ കട വരുന്നത് ഓക്കെ, ഇത് പണ്ട് പോലെയുള്ള സംഭവമാണല്ലേ. എൻ്റെ അന്ന് ഇവിടെ മൊത്തം കള്ളാണല്ലോ, മദ്യമാണല്ലോ. ഓ ഓ ഓ ഓ അത് ശരി. ഓക്കെ, നല്ല അടിപൊളി പോർച്ചുഗീസ് വൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, പോർട്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കൊന്ന് പോർട്ടോയിൽ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, പാസ്റ്റേഴ്സ് ഡേ ബെലേം അല്ലേ, ബെലേം ബെലേം എന്ന് പറഞ്ഞ സ്ഥലമായതുകൊണ്ട്. ഓക്കെ, ഓ ബേസിക്കലി ഇതൊരു ബേക്കറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവം എന്താ? ഞാൻ ദോശ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നും കഴിക്കൂല ഇനി. എൻ്റെ വയറ്റ് സ്ഥലം ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോവാം. ടേക്ക് അവേ വാങ്ങിക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് വയറ്റ് സ്ഥലം നിൽക്കുകയെ. അപ്പോൾ നമ്മൾ അകത്ത് ടേക്ക് അവേ വാങ്ങുന്നതിന് വേണ്ടി നമ്മളിവിടെ ക്യൂ നിൽക്കുകയാണ്. അകത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിലും വലിയ ക്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇല്ലേ, ഇരുന്നാൽ മതി. ഓക്കെ, ടേക്ക് അവേക്കാണ് അപ്പോൾ ക്യൂ അല്ലേ. ഇത് നമ്മുടെ മീറ്റ് റോള്, സമോസ, പിന്നെ പപ്സ്, മുട്ട പപ്സ് പോലെ തന്നെ ഉണ്ടല്ലോ കാണുമ്പോഴത്തേക്കിനെല്ലാം. ഇത് നമ്മുടെ മുട്ട ബജി അല്ലെ, ഉണ്ടം ബജി, ഉന്നക്കായ എന്നൊക്കെ പറയുന്ന പോലെ, ഓരോ ഉഴുന്നോട എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ സാധനങ്ങളാണ്. കേട്ടില്ലേ എനിക്ക്. ഇതെന്താ ശരിക്കും ബേസിക്കലി ഒരു ടാർട്ട്. ഇത് എന്ത് ഫില്ലിംഗ് ആയിരിക്കും? എഗ് ടാർട്ടാണ്. ഓക്കെ, അത് ശരി. ആ ഇങ്ങനെ അല്ലേ, ഇതാണോ സംഭവം ബേസിക്കലി? ഇതാണ് ഇവിടുത്തെ ഫേമസ്. ഓക്കെ, ഇതാണ് 1800 അവർ തുടങ്ങിയത്. ഓ ഓ ഓ ഓ ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഇപ്പോൾ വൈറ്റ് സ്ഥലമില്ല. നമുക്ക് ഈ ഒരു പോർച്ചുഗീസുകാർ വന്ന് നമ്മുടെ നാട്ടിൽ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഗോവയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് നമുക്ക് അവിടുത്തെ കെട്ടിടങ്ങളിലുണ്ട്. പിന്നെ അവിടുത്തെ ആളുകളുടെ കൾച്ചറിൽ ഇപ്പോഴും ഉണ്ട്. കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ പല പഴയ തറവാടുകളിൽ ഇപ്പോഴും തുളസിത്തറ പോലത്തെ ഒരു സംഭവമുണ്ട്. പക്ഷേ ആ തുളസിത്തറയുടെ മുകളിലായിട്ട് തുളസി ആയിരിക്കത്തില്ല, ഒരു കുരിശായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഗോവയിൽ ഇപ്പം നിലവിലുള്ള ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ ഈ ഒരു കുരിശ് പോലത്തെ ഒരു ബെൽ ടവർ പോലത്തെ സംഭവം ഉണ്ടാവില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ബെൽ ടവേഴ്സ് ഇപ്പോഴുള്ള പഴയ കുറേ ഗോവൻ ക്ഷേത്രങ്ങളിൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പണ്ട് കാലത്ത് ഈ മതപരിവർത്തനം നടത്തുന്നതിനോടൊപ്പം ഗോവയിലുണ്ടായിരുന്ന പല അമ്പലങ്ങളും ഇവർ പൊളിച്ചു കളഞ്ഞ് പള്ളികൾ പണിയുകയുണ്ടായി. അത്തരത്തിലുള്ള സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലങ്ങൾ പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുമായിട്ടാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോയത്. ആ വിഗ്രഹങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ള 40 to 50 ക്ഷേത്രങ്ങളിലുണ്ട്. 40-ലധികം വരുന്ന കേരളത്തിലെ ആ ക്ഷേത്രങ്ങളിലും കർണാടകത്തിലെ ക്ഷേത്രങ്ങളിലും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് പുതിയതായിട്ടുണ്ടായ ക്ഷേത്രങ്ങളുമുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പോർച്ചുഗീസുകാരുടെ ആ ഒരു അധിനിവേശത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതിനുപരിയായിട്ട് വേറെ ഒട്ടേറെ സംഭവങ്ങൾ വേറെ ഉണ്ട്. എവിടെയായിരുന്നു? നമുക്ക് വാസ്കോ ഡ ഗാമനെ കാണണ്ടേ? ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. നമുക്കിത് കഴിച്ചു നോക്കാം. ഇതിന് മേളിൽ വേണമെങ്കിൽ സിനമൺ പൗഡറും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഇട്ട് കഴിക്കാം. 48 വയസ്സായി? 40. ആ, നീ എല്ലാം 8 വയസ്സുള്ളതാ. ഞാനും 10 12 ചെറിയ ചെക്കൻ. ഫാസിലും നിന്റെ അതേ ഒരേ ഏജ് അല്ലേ? ഞങ്ങൾ ഒരു പ്രായമാണ്. ഫാസിൽ എന്നെക്കാട്ടി മൂത്ത, പക്ഷെ ഇളകാന്നാ പറയുന്നത് എപ്പോഴും. ഇവനോ നമ്മളെ സൈർബായി നിങ്ങൾ ഒരേ പ്രായമാണ്. നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനം. നിങ്ങൾ ഇവിടെ ലിസ്ബണിൽ വരാണെങ്കിൽ ട്രൈ ചെയ്യണേ. നമ്മളെ മമ്മൂട്ടിയും പിന്നെ ആരാ വന്നേ? അവരൊക്കെ വന്നപ്പോഴത്തേക്കിനും അവരവിടെ പോയി ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ ചേട്ടൻ പറയുന്നത്.
ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു, ക്ലൗഡി ആയിരുന്നു. ഇവിടെ വരുമ്പം എന്തായിരിക്കും ഞാൻ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയായിരുന്നു. ഇന്നിവിടെ ഭയങ്കര വെയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ചൂട്, വെയിൽ, എങ്ങനെയൊക്കെയാണ് വെതർ മാറുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഫർദർ നോർത്തിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ തണുപ്പാണ്, മൈനസാണ്. ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ എന്നൊക്കെ പോകുമ്പോഴത്തേക്കിനും. അത് പിന്നെ നമ്മൾ ആർട്ടിക്കിനടുത്തേക്ക് പോകല്ലേ. നിങ്ങൾ വരുന്നില്ല? ഇല്ലടാ, എന്നെ കൊണ്ടല്ലോടാ. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ. അപ്പൊ നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ എന്റെ ഡ്രൈവറായിട്ട് വന്നാണോ? ഐ ആം യു ഡ്രൈവർ. എന്റെ ഫാൻസിന് ഡ്രൈവറാ. ഞാൻ പാർക്ക് ചെയ്യടാ, നീ വെയിറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഇതൊന്നും കാണണ്ടേ? വാസ്കോഡ ഗാമ മരിച്ച വാസ്കോഡ. ഞാൻ പറയുന്നില്ല മറ്റേ ഓക്കെ, എന്തെല്ലാം ആയിക്കോട്ടെ. നമ്മളെ ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ കുറേ ആളുകൾ നമ്മൾ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ക്വിക്ക് ട്രിപ്പ് ആയതുകൊണ്ട്, പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് നമുക്കിവിടെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഒരു മീറ്റപ്പിനുള്ളൊരു സമയം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ്. ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ഏതാ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് മീറ്റ് പോകാം. പോരെ? ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഈ പാർക്കിൽ ഇവിടെ കടൽ തീരത്തായിട്ട് നമുക്ക് ബെലം ടവർ കാണാൻ സാധിക്കും. ആ ബെലം ടവർ എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഭാഗം ഈ ഒരു നദിയും കടലും കൂടെ സംയോജിക്കുന്ന ഏരിയ അല്ലേ? നദിയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? റിവർ തേജു. തേജു റിവർ. ഈ നദിയുടെ മുകളിലൂടെ എത്ര കിലോമീറ്റർ പാലം? ആ പാലം 17 ഇത് ചെറുതാ അല്ല, ഇവിടെ അല്ല, അപ്പുറത്ത്. അത് നമുക്ക് പോകണം കേട്ടോ. 17 കിലോമീറ്റർ വരുന്നൊരു പാലമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ കടൽ നദിയുടെ മുകളിലേക്കൂടെ ഉള്ളൊരു പാലമാണത്. അത് നമുക്ക് പറ്റുമെങ്കിൽ തിരിച്ചു പോകുന്ന വഴിക്ക് അതിലൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെലം ടവർ എന്ന് പറയുന്ന ആ ഒരു ടവർ. ഇവിടെ ഇതിൻ്റെ മുമ്പിൽ കുറേ ആളുകൾ നമുക്കിപ്പോൾ ക്യൂ നിൽക്കുന്നത് കാണാം. ഇത് ഈ ടവറിനുള്ളിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിങ്ങനെ സെറ്റായിട്ടാണ് ഇതിനകത്തേക്ക് ആളുകളെ കയറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ടവറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. നമുക്ക് ഈ ടവർ പുറത്ത് നിന്ന് കാണാം. ഈ ഒരു ടവർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് പണ്ട് വെള്ളത്തിലായിരുന്നു അല്ലെങ്കിൽ പാർഷ്യലി വെള്ളത്തിൽ നിന്ന് മുങ്ങി നിൽക്കുന്ന ഒരു ടവറായിരുന്നു. പിന്നീട് അത് വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഇങ്ങനെ മാറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടവറിലേക്ക് പോകാനായിട്ടുള്ള ഒരു തടിയുടെ ഒരു പാലമാണ് ഈ കാണുന്നത്. നമ്മൾ ആ ഒരു ടവറിൻ്റെ അടുത്തെത്തി. ബെലം ടവർ അല്ലെങ്കിൽ ടവർ ഓഫ് സെയിൻറ്റ് വിൻസെൻറ്റ് എന്നും ഈ ഒരു ടവറിനെ ഇവർ പറയുന്നുണ്ട്. ഇത് 16th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ടവറാണ്. അതായത് 1500 കാലഘട്ടങ്ങളിൽ 1514 ടു ബി ഫ്രാങ്ക് നിർമ്മിച്ച ഒരു 14 ആരംഭിച്ച് 19 നിർമ്മാണം കഴിഞ്ഞ ഒരു ടവറാണ്. ഈ ഒരു ടവർ ഇവിടെ കടൽ തീരത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാസ്കോഡ ഗാമ ഉൾപ്പെടെയുള്ള പല നാവികരും, ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് ഇവർ നാവികരായിരുന്നല്ലോ ബേസിക്കലി. അതായത് സെയിലേഴ്സ് ആയിരുന്നു ഇവർ കംപ്ലീറ്റ്. അപ്പോൾ ഈ പല നാവികരും അവരുടെ യാത്രകൾ ആരംഭിക്കുന്നതും അതേപോലെ തന്നെ അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു എംബാർക്കേഷൻ ആൻഡ് ഡിസംബാർക്കേഷൻ പോയിൻ്റ് എന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ടവറിനെ അറിയപ്പെടുന്നത്. ഇതൊരു 4 സ്റ്റോറിയുടെ 4 നിലയുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ടവറാണ്. ഇങ്ങനെ ആ ഒരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടവർ. അതിങ്ങനെ കാണാനായിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ളിൽ കയറി കാണാം. അപ്പോൾ ഇതും നമ്മുടെ പോർച്ചുഗലിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഭയങ്കര രസം കേട്ടോ. സമ്മർ ആകുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ രസമായിരിക്കും. ഇപ്പോൾ സമ്മർ അല്ലെങ്കിൽ പോലും വിൻ്റർ ആകുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ വൈബാണ്. ഇവിടെ ഇതുപോലെയുള്ള കുറേ കുഞ്ഞു ഓട്ടോറിക്ഷകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇതുപോലെയുള്ള ഓട്ടോറിക്ഷകൾ റെൻറ്റിനെടുത്തിട്ട് നമുക്ക് സുന്ദരിമാരായിട്ടുള്ള ഇവിടുത്തെ പോർച്ചുഗീസ് യുവതിമാർ നമുക്ക് ഓട്ടോറിക്ഷകളിൽ നമ്മളെ അവിടെ ഇവിടെയൊക്കെ കറക്കാനായിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സമീപത്ത് കുറേ സുവനീർ ഷോപ്പുകൾ കാണാം. എനിക്ക് പോർച്ചുഗലിന് 1-2 സുവനീറുകൾ വാങ്ങണം. ഏതൊക്കെ വാക്കുകളാണ് ഇവിടുത്തെ ഭാഷയായിട്ട്? മേശ, കസേര ഉണ്ട്. മേശ എന്ന് പറഞ്ഞ ഇവിടെ മേശ, കസേര എന്ന് പറഞ്ഞാല് കദേര എന്ന് പറയും. പിന്നെ എന്താ ജനാല സെയിമാണ്, വരാന്ത സെയിമാണ്. കമീസ, സാക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ചാക്കിനെയാണ് ഇവിടെ സാക്കു എന്ന് പറയാ. സാക്കു എന്ന് പറഞ്ഞാല് സഞ്ചി. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഈ ചങ്ങാടം, പോർച്ചുഗീസിൽ നിന്നും കേരളത്തിലേക്ക് വന്ന വാക്കുകൾ അല്ലേ? ചങ്ങാടം, ജങ്കാർ അല്ലേ? കാശുവണ്ടി, കാജു. ഇവിടെ കാജു തന്നെയാണല്ലോ പറയാം. നാരങ്ങ. പിന്നെ വേറെ കാര്യം കേട്ടോ, ഈ പോർച്ചുഗീസുകാര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കുറെ സംഭാവനകളൊക്കെ വേറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ. പക്ഷെ എന്നിരുന്നാലും നല്ല കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഈ പറഞ്ഞ പോലെ അധിനിവേശം നടന്നിട്ടുള്ള കാര്യമാണല്ലോ. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാവരും എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുണ്ട് റോഡിന് നടുവിലൂടെ ഓടുന്ന ട്രെയിനുകൾ, ഈ കാണിച്ചേ മെട്രോ ട്രെയിനുകൾ, ലിസ്ബൺ മെട്രോ. ട്രാം. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടോ? ആ കാണുന്ന ബ്രിഡ്ജിന്റെ പേര് ഏപ്രിൽ 25 ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജിന്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന് മുകളിലൂടെ വാഹനങ്ങളും താഴെ ട്രെയിനും പോകുന്ന ബ്രിഡ്ജാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ബ്രിഡ്ജുകൾ ധാരാളം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതിന്റെ ഹൈറ്റ് കണ്ടോ? അതിന്റെ മേളിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന കണ്ടോ? നോക്കിയേ, അതിന്റെ മേളിൽ കൂടെ
അതിന്റെ അടിയിൽ കൂടെ ട്രെയിനും പോവും. ഇത് നമ്മുടെ മറ്റേ ന്യൂയോർക്ക് ബ്രിഡ്ജ് പോലെ ഇല്ലേ? ആണോ? ന്യൂയോർക്ക് ബ്രിഡ്ജ് അല്ലേ? ഞാൻ അമേരിക്ക പോകാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. സാൻ ഫ്രാൻസിസ്കോ ആണോ? ഏതോ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ നമ്മൾ അമേരിക്കയിൽ ഫേമസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ബ്രിഡ്ജ്, അതേപോലെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ അമേരിക്ക പോകാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അതെന്താ സംഭവം എന്നുള്ളത്. ഇത് കണ്ടോ നോക്ക്, ഇത് രസമല്ലേ ബ്രിഡ്ജ് കാണാനായിട്ട്? അടിപൊളി, പണ്ടുണ്ടാക്കിയ ബ്രിഡ്ജാണ് കണ്ടല്ലേ? ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ വന്നേ. നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു, സോറി, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാല്. ലിസ്ബണിലെ പോർച്ചുഗലിലെ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കണ്ടോ? നോക്കൂ, കേട്ടൊക്കെ വലിച്ചിരിക്കുന്നുണ്ടല്ലോ നോക്കിയേ. അത് ഓട്ടോറിക്ഷയോ? ഓട്ടോറിക്ഷ അല്ലേ? ഓക്കെ. ഇത് ആക്ച്വലി ടൂറിസ്റ്റുകളെ ഈ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവര്. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. പുള്ളിക്കാരി എത്ര സ്റ്റൈലായിട്ടാണ് ഓടിച്ചോണ്ട് പോകുന്നത് നോക്കിയാൽ വണ്ടി. അടിപൊളി. ഇവിടെ ഇത്തരത്തിലുള്ള ഇത് ടുക്ടുക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് മറ്റേ തായ്ലൻഡിൽ കാണുന്ന പോലത്തെ ടുക്ടുക്കാണ്. വാസ്കോ ഡ ഗാമ തായ്ലൻഡ് പോയായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല, തായ്ലൻഡ് പോയായിരുന്നു. പിന്നെ ഇതുപോലെയുള്ളതേണ്ട ഹിസ്റ്റോറിക് ട്രാമുകൾ. എനിക്ക് ഇതിങ്ങനെ ഡിഫറെന്റ് കളറിലുള്ള ട്രാമുകൾ ഇവിടെ ഓടുന്ന കാണാം. യെല്ലോ ബസ്, ഒഫീഷ്യൽ സൈറ്റ് സീയിങ് ടൂർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൊള്ളാട്ടോ. ട്രാം ടൂറിന്റെ ഭാഗമായിട്ട് ഓടുന്ന ട്രാമുകളാണ്. അതിൽ എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് ഓർഗനൈസ്ഡ് ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ തുർക്കി നഗരത്തിലെ ആ ഒരു മെയിൻ സ്ട്രീറ്റിന് നടുവിലൂടെ ഓടുന്ന ട്രാമില്ലേ, അതും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. ട്രാമുകൾക്കും ട്രാഫിക് ബ്ലോക്ക് ആണ് കണ്ടില്ലേ? ട്രാം 1 by 1 ആയിട്ട് ഇവിടെ മുമ്പിലും പുറകിലും കിടക്കുന്നതാണോ? നമ്മളിപ്പോൾ ഇവിടെ ലിസ്ബണിലെ മെയിൻ ഒരു സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇവിടെയൊക്കെ കുറെ ഗവൺമെന്റ് ബിൽഡിങ്ങുകളൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടാഗസ് റിവർ ആണ്. ഈ ടാഗസ് റിവർ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര വീതിയല്ലേ, കടൽ പോലെയൊക്കെയല്ലേ തോന്നുന്നത്. അത് ഈ കടലിലേക്ക് ചേരുന്ന ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കിനും ഈ ടാഗസ് റിവറിന് ഭയങ്കര ഒരു വീതി വരും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോർമൽ വീതിയാണ്. അതാണ് നമുക്ക് ഇവിടെ ഇത്രയും വീതി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കല്ലൊക്കെ എടുത്ത് അടുക്കി വെക്കത്തില്ല നമ്മൾ, അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇത്തരത്തില് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൽ പെയിന്റ് ഒക്കെ അടിച്ച് ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു സംഭവം ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ചെയ്യുന്നുണ്ട്. ഓ, പുള്ളി ആർട്ടിസ്റ്റ് ആണല്ലേ? അത് ശരി, ഓക്കെ. ആ പുള്ളി ഇവിടെ ഡൊണേഷൻ വാങ്ങുന്നതിന് വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അത് പുള്ളിയാണെന്ന് തോന്നുന്നു ഇതിന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ? അടിപൊളി. ഇവിടെ കണ്ടില്ലേ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ചൂടായിട്ട് ഉടുപ്പൊക്കെ ഊരി കിടക്കുന്നത് കണ്ടോ? ഇവിടെ പല ആൾക്കാരും ഉടുപ്പൂരി നടക്കുന്നത് കണ്ടു. കാരണം ഒന്ന് ആലോചിച്ചേക്ക്, വിന്റർ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കുറേ സംഭവം. പിന്നെ ഇവിടെ എന്നെ കാണാനായിട്ട് എൻ്റെ നാട്ടുകാരൻ വൈശാഖ് ഹായ്. വൈശാഖ് എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. വൈശാഖ് ഇവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ആങ്ങമഴിക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൊന്ന് ആ ഭാഗത്തേക്കൊന്ന് പോകാം. ഫുള്ള് വൈബാട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കിനും. നല്ല തിരക്കായി, നല്ല ക്രൗഡായി. ഞാൻ ആലോചിക്കുമായിരുന്നു ബേസിക്കലി ഇവിടെയൊക്കെ സമ്മറിൽ എന്തായിരിക്കും എന്നുള്ളത്. എന്തായാലും യൂറോപ്പ് എന്ന് പറയുന്നത് സമ്മറാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത്. മഴക്കാറ് വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പ്രാസാഡി കൊമേഴ്സ്യോ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു സ്ട്രീറ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള കെട്ടിടങ്ങളല്ലേ നമുക്ക് അവിടെ ഗോവയിലും പല സ്ഥലങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് ഓൾഡ് ഗോവ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേപോലെയുള്ള കെട്ടിടങ്ങൾ, പണ്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച മാർക്കറ്റുകൾ, പിന്നെ ഇതുപോലെയുള്ള കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ഗോവയിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ് അല്ലേ. ആ സ്റ്റാച്ചുവിൻ്റെ താഴെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലേ, അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇവിടുത്തെ ആ ഒരു സെൻട്രൽ സ്ട്രീറ്റിന്റെ പുറകിലായിട്ടുള്ള റുവ അഗസ്ത എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെല്ലാം വരുന്നൊരു മനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിന്റെ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ ആ ട്രാമുകളൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നുണ്ട്. ഭയങ്കര ക്രൗഡഡ് ആട്ടോ ആ സ്ട്രീറ്റ്. ആ ഒരു സ്ട്രീറ്റിലേക്കുള്ള ഒരു കവാടം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് കയറി വന്നു. ഇതുപോലെയുള്ള യെല്ലോ കളറിലുള്ള ബിൽഡിങ്ങുകളും പല കളറിലുള്ള ബിൽഡിങ്ങുകളും പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്കിനും ടൈലാണ്. ബേസിക്കലി ടൈല് പോലെയുള്ള പലതരത്തിലുള്ള കല്ലും ടൈലും ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന കുട്ടപ്പൻ സാധനം. അവിടെ ഒരു പുള്ളി ചിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടില്ലേ. പുള്ളി അത്ര കഷ്ടപ്പെട്ടായിരിക്കല്ലേ പുള്ളി അവിടെ നിൽക്കുന്നത്. അങ്ങനെ എങ്ങനെയായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളെ കാത്ത് കുറേ ആൾക്കാരിവിടെ ടൂർ പാക്കേജ് അങ്ങനെയുള്ള പല പരിപാടികളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഫോട്ടോകൾ പോളറോയിഡ് ഫോട്ടോകളൊക്കെ എടുക്കുന്ന കുറച്ച് ആളുകൾ നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്ട്രീറ്റിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ പോർച്ചുഗലിൽ വന്നിട്ട് റൊണാൾഡോനെ കണ്ടില്ല എന്ന് വേണ്ട, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ചില്ലിങ്കൂട്ടിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടില്ല. പുള്ളി
എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഒരു അസറ്റ് ആയിരുന്നല്ലോ, പോയില്ലേ, ഇപ്പോൾ കയ്യിൽ നിന്ന് പോയില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ജേഴ്സികളും മറ്റുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കടയാണ്. ജേഴ്സിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജേഴ്സിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഷോപ്പുണ്ട്. സ്ട്രീറ്റൊക്കെ എന്ത് ക്ലീനാണെന്നറിയോ, എല്ലായിടത്തും ഭയങ്കര ക്ലീൻ സ്ട്രീറ്റ്. പിന്നെ ഇവിടെയൊക്കെ പല ബ്രാൻഡഡ് ഷോറൂമുകൾ മറ്റൊക്കെയാണ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. ശരിക്കും എല്ലാ യൂറോപ്യൻ നഗരത്തിലും ഉള്ള പോലെയുള്ള ഒരു ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളെന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലെയുള്ള എൻ്റയർലി ഡിഫറൻസ് ടൈപ്പ് ഓഫ് കെട്ടിടങ്ങളാണ് നമുക്ക് കാണുന്നത്. മധ്യഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വൈൻ കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പാണ് നടുഭാഗത്ത്. ഇപ്പോൾ ഇവരുടെയൊക്കെ കിച്ചൺ എവിടെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കിച്ചൺ എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും കടകൾക്കുള്ളിലായിരിക്കും. അത് നമ്മൾ കഴിച്ച അതിൻ്റെ വേറെ രൂപം, മറ്റേ സാധനത്തിൻ്റെ ടാർട്ടിൻ്റെ എന്തോരം ഇവിടെ ഫുഡ് വേറെ ലെവലോട്ട് ഇവരുടെ എനിക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലിമോസ്, ബോലോ, ടോർട്ട, സലാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പലതും സ്വീറ്റാണ്. കണ്ടിട്ട് കൊതിയാവുന്നു. എനിക്ക് എന്തൊക്കെ ഫുഡാണെന്ന് എനിക്ക്. ഇവർക്ക് കുറേ ഫുഡുണ്ട് കേട്ടോ, പോർച്ചുഗീസ് ഫുഡ് കുറേ വെറൈറ്റി ഫുഡുകളുണ്ട്. പിന്നെ ചിക്കനും ഫിഷും സീ ഫുഡ് കുറേ ഉണ്ട് ഇവർക്ക്. സീ ഫുഡ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സാറ 2024 ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അത് ഈ സ്ട്രീറ്റിലാണ്. ഇവിടെ സൂനിയർ ഷോപ്പിൽ കയറി വന്നപ്പോൾ ഹിന്ദി പാട്ട്. ഇവിടെയും സൂനിയർ ഷോപ്പുകളൊക്കെ എല്ലാം ഇന്ത്യക്കാരാണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരുടെ കയ്യിലാണ് ഇവിടെയുള്ള എല്ലാ സൂനിയർ ഷോപ്പുകളും. നമ്മൾ ജിബ്രാൾട്ടറിൽ ഇപ്പോൾ എപ്പോഴും എവിടെ പോയാലും കാണുന്നത് ഇത് തന്നെ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് സാറ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലാർജസ്റ്റ് സാറ സ്പെയിനിലോ റോട്ടർഡാമിലോ എന്തോ ആണ്. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ തപ്പിയിട്ട് പറയാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാറ. ഇവിടെ സാറയുടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഈ ബിൽഡിംഗ് ഇങ്ങനെ അറ്റം മുതൽ അങ്ങേറ്റം വരെ സാറയാണ്. അത്രയും വലിയ സാറയാണ്. നമുക്കൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഞങ്ങൾ സാറയ്ക്ക് ഉള്ളിൽ കയറി. ഇത് എന്തോന്നറിയാം, ഇത് ഫുള്ള് എന്ത് മണമെന്നറിയാം. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും ഇവിടെ മെൻസ് സെക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അത് കൊള്ളാം. ഇതൊന്നും റീഡിങ് ഈസ് സെക്സിയോ? റീഡിങ് ഈസ് സെക്സി. ഇത് ഏതാ? കുറേയൊക്കെ അങ്ങനെ ഒരു കീപ്പ് ചെയ്ത് പഴയ കെട്ടിടം അവർ റിനോവേറ്റ് ചെയ്തെടുത്ത് സെറ്റാക്കി റെഡിയാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വലുപ്പമാണെന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്പ്രെഡ് ഔട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, കുറേ സാധനങ്ങൾ. സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു സ്പേസ് വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഞാൻ സാറയിൽ കയറി ഒരു ടീഷർട്ട് വാങ്ങിച്ചു. ഞാൻ സാറ ഫാനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് സാറയാണ്. ഈ ജാക്കറ്റ് സാറല്ലേ അല്ലേ? ഇത് ഈ ടീഷർട്ട് സാറയാണ്. നല്ല സാധനമാണ്, വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. ഇൻറ്റീരിയറൊക്കെ കണ്ടോ നോക്കിയ പഴയ ചിമ്മിനി സെറ്റപ്പ്, പിന്നെ കസേരയൊക്കെ ഇട്ടിട്ട് അടിപൊളി. നമുക്ക് തന്നെ സെൽഫായിട്ട് ബില്ല് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനത്തെ പരിപാടിയാണ്. ബില്ല് ചെയ്ത് വാങ്ങിച്ചു. സാറയുടെ മുമ്പിലായിട്ട് ഇവിടെ വേറൊരു സ്ക്വയർ ഉണ്ട്, റോസിയോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു മോണുമെൻറ്റും അതിൻ്റെ മേളിലൊരു സ്റ്റാച്യൂവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഫൗണ്ടൻ അതുപോലുള്ള കുറേ പരിപാടികൾ. ലിസ്ബൺ ടോട്ടലി നല്ല അട്രാക്റ്റീവാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഒരു വിൻ്ററിൻ്റെ ആ ഒരു ചടപ്പില്ലാത്തതുകൊണ്ട് സ്കൈയുടെ കളറും പച്ചപ്പും ഒക്കെ ആയിട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ലിസ്ബണിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, പോർച്ചുഗലിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എനിക്കറിയാം, വിത്ത് എ വെരി ലിമിറ്റഡ് ടൈം നമുക്ക് നീങ്ങിയേ പറ്റുള്ളൂ. ഒരു ദിവസം അവിടെ നിന്നത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നൊരു സമയമാണ് ഇപ്പം. കാരണം വി ഹാവ് ടു മൂവ്. എന്തെന്ന് ഇത് ഫുൾ മദ്യങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മദ്യക്കുപ്പികൾ. നോക്കൂ, എല്ലാം ഇത് തന്നെയാണ്. ദൈവമേ, ശരിക്കും ഇത് നമ്മൾ കണ്ട ഫ്രാൻസ് പോലെയോ അങ്ങനത്തെ സംഭവങ്ങൾ പോലെയോ ഒന്നുമല്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കണ്ടില്ല, ഈ ഒരു സ്ട്രീറ്റ് മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. ഇതെന്താ ഇത് 1829 ആരംഭിച്ച റെസ്റ്റോറൻറ്റ്. അങ്ങനെ പല റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും ഫേമസ് ഫുഡ് സ്പോട്ടുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളുമാണുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻറ്റ്. എന്തോരം റെസ്റ്റോറൻറ്റുകളായിരുന്നു അറിയോ ഈ ഒരു സ്ട്രീറ്റിൽ. ഫുൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യുസീൻസ്, ഇന്ത്യൻ ഫുഡ് വരെ ഉണ്ടായിരുന്നു. എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമാട്ടോ. എല്ലാം പഴയ ബിൽഡിങ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതൊക്കെ ഇവിടെയൊക്കെ പല കൺസ്ട്രക്ഷൻ വർക്കുകൾ പലയിടത്തും ഞാൻ നടക്കുന്നത് കണ്ടു. അതായത് ഈ പുറത്തെ സ്ട്രക്ചറൊന്നും മാറ്റാനായിട്ട് ഇവർക്ക് ആർക്കും അധികാരം കൊടുക്കില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അതായത് നമുക്ക് അകത്ത് എന്ത് വേണേൽ ചെയ്യാം, പക്ഷേ പുറത്തെ ആ ഒരു സ്ട്രക്ചർ, ഈ പഴമ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തും നമ്മൾ എത്ര പൈസ വേണേൽ മുടക്കിക്കോണം. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടെന്താ, ആ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭംഗി ഒരിക്കലും പോവില്ല. ഈ സംഭവം വേണമെങ്കിൽ ചെയ്യാവുന്നൊരു പരിപാടിയാണ് ഈ ട്രാം ടൂർ. ഇതിങ്ങനെ ചെറിയ ഗല്ലികളിലൂടെ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന ട്രാം ടൂർ. അത് നല്ലൊരു പരിപാടിയാണ്. ഉണക്കമീൻ വിൽക്കുന്ന കടയാണത്. ഉണക്കമീനല്ല, ചാള ക്യാനിൽ ടൊമാറ്റോ സോസ്, ഒലിവ് ഓയിൽ അങ്ങനെ. അത് ശരി. ഇത് സാഡൻ ഇങ്ങനെ ക്യാനിലാക്കിയിട്ട് ചുമ്മാ കഴിക്കാൻ പറ്റുന്ന റെഡി ടു ഈറ്റ്. അടിപൊളി. ഓയിലുണ്ടാവും. ആണോ? സ്കിൻലെസ്. ഇത് സൂര്യകളായിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നതാണോ ആൾക്കാര്? എക്സ്ട്രാ വിർജിൻ ഓയിലില്ല. ആണോ?
അടിപൊളി. നോക്കി എന്തൊക്കെ സംഭവങ്ങളാന്ന് നോക്കി. അത് കൊള്ളാട്ടോ. ലോബ്സ്റ്റർ, കിങ് ക്രാബ്, ഇതില്ലേ ഭയങ്കര രസമാട്ടോ ഈ ട്രാം കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഇതിനകത്ത് നമ്മൾ സിറ്റി ബസ് ടൂറുകൾ നമ്മൾ ചെയ്യാറില്ലേ, ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറ്, അതേപോലെ തന്നെ ട്രാമുകളുടെ ടൂറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് ഞാൻ വേറെ ഇവിടെ ഇത്തരത്തിൽ ട്രാമിൽ ടൂർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇതിവിടെ ലിസ്ബണിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് നമുക്ക് ഇത് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് കയറുകയാണ്. ടിക്കറ്റ്സ് എടുത്തിട്ട് കയറി നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിങ്ങനെ കണ്ട് ഇറങ്ങിയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം. അത് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു പഴയ കെട്ടിടം, ഇതൊരു പഴയ ചർച്ചാണ്. ചർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രാൻസിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു, ഫ്രാൻസിലല്ല പാരീസിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ഇത് നേരെ ചില്ലാണ്, നല്ലൊരു കൊള്ളാമല്ലേ. ഒരു ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും പിന്നെ മൊത്തത്തിൽ ഭയങ്കര ലൈവാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? എന്തോ ഒരു സംഭവം വിൽക്കുകയാണല്ലേ, മറ്റേ എന്തോ അത് അത് വിറ്റോണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിവിടെ ഒരു ആ സംഭവം കൊണ്ട് നടക്കുക. അതൊരു നടുവേ കാണുന്ന ഒരു എലിവേറ്ററാണ്. ആ എലിവേറ്ററിൽ കയറിയിട്ട് അപ്പുറത്തൊരു പഴയ ഒരു ചർച്ചുണ്ട്, അതിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു എലിവേറ്ററാണ് ആ കാണുന്നത്. എന്തൊക്കെയോ പോലെ തോന്നുന്നത്, അത് ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ ഒരു എലിവേറ്ററാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെയും താഴെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് കയറി പോകാനായിട്ട്. നമ്മൾ ആ ഒരു സിറ്റി ഏരിയ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും ആ ഒരു വീടുകളൊക്കെ നിൽക്കുന്ന ഒരു ഭംഗി നോക്ക്. അയ്യോ, ആ പഴയ കെട്ടിടങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നതിലല്ലേ ആ ഒരു നഗരത്തിൻ്റെ ഭംഗി സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്ത് രസമാണ് ആ കെട്ടിടങ്ങളൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ ഒരു കൾച്ചറും ബാക്കിയുള്ള സംഭവങ്ങളും. നമുക്കിനിയിപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, കുറേ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. ഓട്ടോറിക്ഷ നൈസായിട്ട് ഉണ്ടോ, നല്ലൊരു ഓട്ടോറിക്ഷ ആയിട്ടില്ലേ ഓട്ടോറിക്ഷ. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെല്ലാം നല്ല സുന്ദരിമാരായിട്ടുള്ള പോർച്ചുഗീസ് യുവതികളാണ്. അടിപൊളി ആ സംഭവം. നിങ്ങൾ എന്താണ് പരിപാടി? നിങ്ങൾ എന്താ വരാത്ത എവിടെയും? പുള്ളി ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് മതിയായതാണ്. നമ്മളിനി റെസ്റ്റോറൻറ്റിൽ പോകല്ലേ? പിന്നെ ഞാൻ കേരളത്തിൽ വിശക്കുന്നോണ്ട് ഓട്ടോമാറ്റിക് ഇത് കേരള റെസ്റ്റോറൻറ്റ് വന്നു. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയില്ല. നമ്മൾ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം വി വിൽ ഡിസൈഡ് വെയർ ടു ഗോ. എന്തായാലും തീരുമാനമായോ? പോർച്ചുഗൽ ആണോ സ്പെയിൻ ആണോ ഫ്രാൻസ് ആണോ? എങ്ങോട്ടാ പോകുന്നത്? തീരുമാനമായോ? സ്പെയിൻ. ഓക്കെ, എന്തായാലും തിരിച്ച് സ്പെയിനിൽ പോകണം. നമുക്കിനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ്. ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യമുണ്ട്, അവിടേക്ക് പോകണം. അത് നമ്മുടെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്സംബർഗ്. അവിടേക്കാണ് പോകുന്നത്. അപ്പൊ എന്തായാലും വിജീഷ് ബ്രോ, നൈസ് മീറ്റിംഗ് യു. ഓക്കെ, വീണ്ടും പകലാം. യെസ്, അപ്പോൾ നമുക്ക് കാണാമല്ലോ, നമ്മളിനി വീണ്ടും കാണാം. അപ്പൊ എന്തായാലും അത് ലഞ്ച് വേറെ വീഡിയോ, ഇത് വേറെ വീഡിയോ. അങ്ങനെയാണ്, എന്നെ കൺഫ്യൂസ്ഡ് ആക്കരുത്. ഞാനൊരു വീഡിയോ എങ്ങനെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ലഞ്ച് വേറെ വീഡിയോ, അത് നാളെ കാണാം. ഓക്കെ, അല്ല നാളെ അല്ലോ, ഇന്നലെ കണ്ടു നിങ്ങൾ അല്ലേ? പണി കിട്ടി. എന്തെങ്കിലും ആട്ടെ, ശരി, ബൈ.